മലയാള മഹാസമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ എം റീന ടീച്ചറുടെ അധ്യക്ഷതയിൽ മഹാഗുരുനാഥൻ രാധാകൃഷ്ണൻ കക്കശ്ശേരി മാഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സമാരാധ്യരായ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ ഡോക്ടർ എം റീന, ഉദ്ഘാടനം കവി രാധാകൃഷ്ണൻ കക്കശ്ശേരി, ബിജു ബാലകൃഷ്ണൻ സാർ, വല്ലച്ചിറ രാമചന്ദ്രൻ മാസ്റ്റർ, പ്രിയങ്കരനായ കവി പി രാമൻ തുടങ്ങിയവരെ വേദിയിലേക്ക് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എസ് ജയകുമാർ സാർ വേദിയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നു. ഹലോ. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാബു KF, ഡോക്ടർ ജയകുമാർ സാർ, പ്രിയങ്കരനായ ആൻഡു മാഷും വേദിയിലെത്തണം എന്ന് താല്പര്യപ്പെടുന്നു. ശ്രീ പ്രകാശ് ബാബു, സാജൻ മാസ്റ്റർ, പ്രിയമുള്ളവരെ, ആദരം ആൻഡു മാഷിനും മാതൃഭാഷയ്ക്കുമെന്ന മഹിതമായ സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ ഉദാത്തമായ പരിപാടി ഇവിടെ സമാരംഭിക്കുകയാണ്. ഒന്നാം അധ്യായം മലയാള മഹോത്സവം. കഴിഞ്ഞ 19 വർഷമായി തൃശ്ശൂർ ജില്ലയിൽ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപക വേദി അഭിമാനത്തോടെ അവിരാമം സംഘടിപ്പിച്ചു വരുന്ന ഭാഷാഭിമാന പ്രവർത്തനത്തിൻ്റെ വിശകലന രൂപമാണ് ഈ മലയാള മഹോത്സവം. കേരള സാഹിത്യ അക്കാദമിയുടെ അകത്തളങ്ങളിൽ ആരംഭിച്ച് നിരവധി വിദ്യാലയങ്ങളുടെ നടുമുറ്റത്തും ക്ലാസ് മുറിക്കുള്ളിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മലയാള മഹോത്സവം ഇന്ന് മറ്റത്തെ പ്രബുദ്ധരായ മാതൃഭാഷാ സ്നേഹികളുടെ മുന്നിൽ സാക്ഷാത്കരിക്കുകയാണ്. മലയാള മഹോത്സവത്തിന് ശേഷമാണ് ഇന്നത്തെ അഭിമാനകരമായ ഈ ഒത്തുചേരലിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഒരാവിഷ്കാരം നടത്തുന്നത്. മാതൃഭാഷയെ വണങ്ങിക്കൊണ്ട് മലയാള മഹോത്സവത്തോടുകൂടെ ആരംഭിക്കണമെന്നുള്ളത് സംഘാടകരുടെ നിർബന്ധമാണ്. ഇവിടെ മാതൃഭാഷ ആദരിക്കപ്പെടുകയാണ്. ഒപ്പം ഒരു ഭാഷാ ഗുരുവും. പ്രതിസന്ധികളിൽ, പ്രകോപനങ്ങളിൽ, സംഘർഷസന്ധികളിൽ ആർജവത്തോടെ മാതൃഭാഷയ്ക്ക് വേണ്ടി പോരാടിയ മറ്റത്തെ
അല്ല, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ആൻഡ്രൂ മാഷ് നിരവധി അഭിമാനികളുടെ അകമ്പടിയിൽ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഇതൊരു ഉജ്ജ്വല മുഹൂർത്തമെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആണയിട്ട് പറയുന്നു. സംവാദത്തിൽ അധിഷ്ഠിതമായ പഠനവിനിമയങ്ങളിൽ, ആ പഠനവിനിമയങ്ങൾ കൊണ്ടും നീതിബോധത്തിലൂന്നിയ പഠന വിശകലനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ സംഭാവനകൾ സമർപ്പിച്ച ആൻഡ്രൂ മാഷ് അധ്യാപനത്തിലും പരിശീലനത്തിലും സമരത്തിലും സംഘാടനത്തിലും വ്യവഹാരത്തിലും സൗഹാർദ്ദപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൻഡ്രൂ മാഷ് ഒരുപക്ഷെ നീതി നിഷേധിക്കപ്പെട്ടവരിൽ ഒന്നാമനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ സാക്ഷ്യത്തിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കരുത്ത് പകരുന്നത്. ഹയർ സെക്കൻഡറി മലയാള അധ്യാപക വേദി 2006 തട്ടകത്തിലെ കോവിലിനെ ആദരിച്ചുകൊണ്ടും കോവിലിന് പുരസ്കാരം കൊടുത്തുകൊണ്ടുമാണ് ഭാഷാപ്രവർത്തനം തുടങ്ങിയത്. മാതൃഭാഷയിൽ 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടികളെ മലയാള തിലക പട്ടം കൊടുത്ത് സമാദരിക്കുകയും അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ അവർ പരിചയപ്പെട്ട എഴുത്തുഗുരുവിൽ ഒരാളെ തെരഞ്ഞെടുത്ത് മാതൃഭാഷയോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചൊറ്റ നാണയം വെച്ച് ക്ലാസ് മുറിയിൽ ഭാഷാപ്രവർത്തനത്തിന് വേണ്ടി ഊർജ്ജസ്വലമായ ഇടപെടൽ നടത്തി ഗുരുദക്ഷിണ പുരസ്കാരം കൊടുത്തു. മലയാളത്തിൻ്റെ സ്നേഹപ്പുതപ്പുകളുമായി കേരളത്തിൻ്റെ സഹ്യാജലം കടന്ന് ഉത്തരേന്ത്യയിലെ തണുപ്പ് കൊല്ലുന്ന ഗ്രാമത്തിൽ മാധ്യമങ്ങൾ മലയാളത്തിൻ്റെ സ്നേഹപ്പുതപ്പ് എന്ന് ശ്ലാഘിച്ച മഹത്തായ ആശയങ്ങളുടെ സ്രഷ്ടാവ് കൂടിയാണ് ആൻഡ്രൂ മാഷ്. ആൻഡ്രൂ മാഷ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 32 കൊല്ലത്തെ മാതൃഭാഷാ അധ്യാപനത്തിന് ശേഷം ചൂണ്ടൽ ഡീപോൾ സ്കൂളിലും ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലും 26 കൊല്ലത്തെ മറ്റം സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലെയും അങ്ങനെ നീണ്ട 32 ആണ്ടുകളുടെ മാതൃഭാഷാ പഠനത്തിന് ശേഷം അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട ആ അസുലഭമായ മുഹൂർത്തത്തെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ശിഷ്യഗണങ്ങളൊക്കെ ചേർന്ന് ഇവിടെ മറ്റത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മഹിതമായ സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയത്തെ ഏറ്റുവാങ്ങുവാനും ആ ആശയത്തിന് പിന്നിലുള്ള ശക്തിയെ തിരിച്ചറിയുവാനും മാതൃഭാഷയ്ക്ക് ആദരം അർപ്പിക്കാനും ഒപ്പം ആൻഡ്രൂ മാഷെ ആദരിക്കാനും വേണ്ടിയുള്ള ഈ കാര്യക്രമങ്ങളിൽ മലയാള മഹോത്സവമെന്ന ആദ്യത്തെ ആശയം സാക്ഷാത്കരിക്കുകയാണ്. പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുവാൻ ചാലക്കുടി ഗവൺമെൻറ് കോളേജ് അധ്യാപകനും മലയാള അധ്യാപക വേദിയുടെ ആരംഭകാല പ്രവർത്തകനും നിരൂപകനും എഴുത്തുകാരനുമൊക്കെയായ ഡോക്ടർ SS ജയകുമാർ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുവാൻ ഇന്നും മലയാള അധ്യാപക വേദിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലനായ കരുത്തനായ സംഘാടകൻ PD പ്രകാശ് ബാബുവിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് വേദി കൈമാറുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള എത്രയും പ്രിയമുള്ളവരെ, ഇന്ന് മറ്റത്തിൻ്റെ മഹോത്സവമല്ല, മാറ്റത്തിൻ്റെ മഹോത്സവമാണ്.
അധ്യാപകർ ഇതിനു മുമ്പും ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് തന്നെ വിരമിച്ച ആളുകളുണ്ട്. വിരമിച്ച ആളുകൾക്ക് വിദ്യാലയം ഒരു യാത്രയയപ്പും നൽകാറുണ്ട്. ഒന്ന് ചായ കുടിച്ചോ തല്ലിപ്പിരിഞ്ഞോ ഒക്കെ പോയേക്കാം. വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു സ്നേഹവിരുന്നും കണ്ടേക്കാം. ഒരു ആദരപത്രവും ഒരു ഫോട്ടോയും ചിലപ്പോൾ വിദ്യാലയത്തിൽ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ തൂക്കിയിടപ്പെടുകയും ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണ നിലയ്ക്കുള്ള ഒരു ആദരം. ഈ ആദരവ് ആൻഡുമാഷക്കല്ല ആദരവ്. ഇത് മറ്റം ദേശത്തിനുള്ള ആദരവാണ്. ആൻഡു എന്ന അധ്യാപകൻ വിരമിക്കുമ്പോൾ എന്തിനാണ് ദേശത്തിന് ഈ ഒരു ഉൾവിളി? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റം എന്താണെന്ന് തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തി ആദരിക്കപ്പെടുന്നതോടൊപ്പം ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹം കൂടി ആദരിക്കപ്പെടുന്നു. അദ്ദേഹം ജീവിതചര്യയാക്കി മാറ്റിയ ആ ഭാഷ ആദരിക്കപ്പെടുന്നു. അതാണ് മാറ്റം. ആൻഡുവിന് വെറും ഒരു അധ്യാപകനുമായി വിരമിക്കാമായിരുന്നു. പക്ഷെ മലയാളത്തെ ഇത്രയധികം പുണർന്ന ഒരാളെ, ഭാഷയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി ഒറ്റയ്ക്ക് നിയമയുദ്ധം നടത്തിയ ഒരാളെ മറ്റം ഗ്രാമത്തിലെന്നല്ല കേരളത്തിൽ തന്നെ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല. ആന്ധ്രാപ്രദേശിൻ്റെ ഭാഷ രൂപീകരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സംസാര ഭാഷ മാതൃഭാഷയാക്കി മാറ്റണം, മാതൃഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ഉപവാസമിരുന്ന പോറ്റി ശ്രീരാമലു എന്ന പാവം ചങ്ങാതി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആ മരണത്തെ തുടർന്നാണ് ആന്ധ്രാപ്രദേശിൽ അവിടുത്തെ ഭാഷ മാതൃഭാഷയായിട്ട് അംഗീകരിച്ചതും അങ്ങനെ ഒരു പ്രദേശം തന്നെ രൂപം കൊള്ളുന്നതും. ഇവിടെ ഭാഷയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച ഒരാൾക്കാണ് മറ്റം ദേശം ഈ ആദരവ് കൊടുക്കുന്നത്. അനിതര സാധാരണമായിട്ടുള്ള ഭാഷാപരമായ വൈഭവം, എന്തിലും ഏതിലും നർമ്മോക്തി കണ്ടെത്തുക, വലിയ വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ടുഴലുമ്പോഴും അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നോക്കിക്കാണുക. ആ ഒരു സിദ്ധി കഴിഞ്ഞ കുറേ കാലത്തെ പരിചയത്തിനിടയിൽ ഞങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റം ഗ്രാമവും വ്യത്യസ്തമല്ല. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നോ ആൻഡു, ഞങ്ങളെങ്ങനെയായിരുന്നോ ആൻഡുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്, അതുപോലെ ചേർത്ത് പിടിച്ചവരാണ് ഈ ഗ്രാമവാസികൾ. ഇതൊരു യാത്രയെപ്പോ അല്ലെങ്കിൽ ഒരു വിടവാങ്ങലോ അല്ല, ഇതൊരു വരവേൽപ്പാണ്. മറ്റം ഗ്രാമം ആൻഡുവിനെ ഹൃദയത്തോട് ചേർത്തുള്ളൊരു വരവേൽപ്പാണ് നൽകുന്നത്. ഇനിയാണ് ഔദ്യോഗികമായ പരിവേഷങ്ങളുടെ ചിട്ടവട്ടങ്ങളുടെ ഒരു നൂലാമാലയിലും പെടാതെ ആൻഡു എന്ന മനുഷ്യനെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അറിവുകൊണ്ടല്ല ഒരാൾ മനുഷ്യനാകുന്നത്. ഒരാൾ മനുഷ്യനാകുന്നത് അറിവിൽ നിന്ന് തിരിച്ചറിവ് വരുമ്പോഴാണ്. ഒരു സഹപ്രവർത്തകൻ്റെ മരണത്തെ തുടർന്നുണ്ടായ വേദനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുക, അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുക, എല്ലാ വർഷവും അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കുക, അങ്ങനെ ചെയ്യാൻ ഒരാൾ നിർബന്ധിക്കുന്നതല്ല. എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന തരത്തിൽ മാറിപ്പോകുന്നതാണ്. അങ്ങനെ മാറിപ്പോകുമ്പോഴാണ് നമുക്ക് മനുഷ്യത്വം ഉണ്ടാവുന്നത്. എനിക്ക് വളരെ വ്യക്തമായി അറിയാം, ഇന്ന് ഒരു മനുഷ്യൻ ഒരു ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി കാശ് കണക്ക് പറഞ്ഞ് വാങ്ങുന്ന സാഹചര്യമാണ്. 5 പൈസ അയൽവക്കക്കാരൻ എന്നല്ല, സ്വന്തം വീട്ടിൽ ചെലവഴിക്കുമ്പോൾ പോലും എഴുതി വയ്ക്കും. ഞങ്ങളുടെ കൂടത്തിലെ ഒരു അധ്യാപകൻ വർഷങ്ങളോളം ശമ്പളം വാങ്ങാതിരുന്നപ്പോൾ, കടം കയറി പൊറുതി മുട്ടിയപ്പോൾ ആൻഡു സ്വന്തം വീട് വിറ്റ് 7 ലക്ഷം രൂപയെടുത്ത് ആ കടം വീട്ടാൻ സഹായിച്ച ഒരു മനുഷ്യനെ രക്ഷിച്ചെടുത്ത ആ പുണ്യപ്രവൃത്തിയുടെ മുമ്പിൽ നമ്മുടെ ഒരു വാക്കും
അതിൻ്റെ അർത്ഥപൂർത്തിയിലേക്ക് എത്തില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് ഇത്രയും മനുഷ്യരിവിടെ കൂടിയിരിക്കുന്നത്. എന്ത് എല്ലാവരും ചത്ത വീട്ടിലും മരിച്ചവരിയ്ക്കുന്ന പോലെ ഇരിക്കുന്നത്? ഞാനീ പറഞ്ഞതൊക്കെ നുണയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇനി നാട് ഏറ്റെടുക്കുകയാണ്. അതിലേക്കുള്ള ഒരു വരവറിയിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്വാഗതം. ഇതൊരു മുഴുനീള പരിപാടിയാണ്. ഇപ്പോൾ ഈ നിമിഷം തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒരു 2 മാസക്കാലമായി മറ്റത്തിലെ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കാണുമ്പോൾ അവരെയൊക്കെ എങ്ങനെ അഭിനന്ദിച്ചാലാണ് മതിവര? അതിനൊന്നും മലയാളത്തിൽ വാക്കേ ഇല്ല. ഇവരൊന്നും ആൻഡുവിൻ്റെ സ്വന്തക്കാരോ ബന്ധക്കാരോ അല്ല. രാവന്തിയോളം പണിയെടുത്ത് നടന്ന ഒരു സ്റ്റൈജു മേജറാണ് എല്ലാ കാര്യത്തിലും. ആ സ്റ്റൈജുവും ഇതേപോലെ ഇവിടെ ബഷീർ, ഗ്ലാഡർ എന്നൊക്കെ പറയും ചില പേരുകൾ ഞാൻ അപൂർവ ആളുകളെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ വാചകങ്ങൾ, അവരുടെ ആക്ടിവിറ്റികൾ അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ നിറയുമ്പോൾ, ഞങ്ങൾ ഇന്ന് തെങ്ങ് വെട്ടാൻ പോയി, ഞങ്ങൾ ഇന്ന് ഇവിടെ പൈസ കളക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി, സർട്ടിഫിക്കറ്റ് അടിച്ചു, ഞങ്ങൾ ഇത്രയിട്ട് ആളുകളെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ വാട്സപ്പ് സന്ദേശത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു ലാവയുണ്ട്. എങ്ങനെയാണിത് സാധിക്കുന്നത്? ഇതൊരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു ഏർപ്പാടല്ല. എനിക്ക് എൻ്റെ സഹോദരനോട് തോന്നുന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം പ്രകടിപ്പിച്ച ആ മഹാത്മാക്കൾക്കാണ് ഈ പരിപാടിയുടെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല കയ്യടി കൊടുത്തിട്ടെങ്കിൽ അവരോടൊപ്പം ചേർന്നുകൂടെ? ഇത് ഈ മറ്റം ഗ്രാമത്തിനുള്ള സമ്മാനമാണ്. നമ്മൾ ഓരോരുത്തരും മാതൃക കാണിക്കേണ്ടത് സ്വന്തം ജീവിതം കൊണ്ടാണ്. ആ ഒരു കർത്തവ്യം നിർവഹിക്കുന്നതിൽ ആൻഡുവിൻ്റെ വിദ്യാർത്ഥി ആയിരുന്ന ഉല്ലാസ് ബാബു ആണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ ആൻഡോ മാഷെ ഞങ്ങളുണ്ട്, മാഷക്കുള്ള ആദരവ് ഏറ്റവും മനോഹരമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുണ്ട് എന്ന് ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ പ്രോഗ്രാം. ഞാനിനി നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല. ഈ പ്രോഗ്രാം മറ്റം ഗ്രാമത്തിനുള്ള ആദരവാണ്. ഈ ആദരവിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും നാളെ അഭിമാനിക്കാൻ കഴിയും. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും മറ്റം ഗ്രാമത്തിലോ വേറെ സമീപ പ്രദേശത്തുള്ള ഗ്രാമത്തിലോ എൻ്റെ അനുഭവ പരിസരത്തിലോ ഇത്ര വിശാലമായ അർത്ഥവത്തായ ഒരാദരവ് നടന്നിട്ടില്ല. ഇവിടെ ആദരിക്കുന്നത് ആൻഡോ മാഷെ അല്ല, ഈ നാടിനെയാണ്. ഓക്കെ, ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ തന്നെ വളരെ ആത്മമിത്രമായിട്ടുള്ള ഒരുപാട് കാലം ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു, പിന്നീട് കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തീർന്ന ഡോക്ടർ ജയകുമാറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത്. ഡോക്ടർ ജയകുമാറിൻ്റെ പുസ്തകം പഠിച്ചിട്ടാണ് പലരും ഹയർ സെക്കൻഡറിയിൽ സെറ്റ് പരീക്ഷ പാസ്സായത്. സെറ്റ് പരീക്ഷ പാസ്സായാൽ മാത്രമാണ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനാകാൻ കഴിയൂ. അങ്ങനെ ഒരുപാട് ആളുകളെ ആ പരീക്ഷ പാസ്സാവാൻ വേണ്ടി നോട്ട് തയ്യാറാക്കി കൊടുത്ത് അത് പോരാഞ്ഞിട്ട് അത് പുസ്തക രൂപത്തിലാക്കി കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന തരത്തിൽ ഒരു പുസ്തകം തയ്യാറാക്കിയ ആളാണ് ഡോക്ടർ ജയകുമാർ. ഞങ്ങളുടെ ആത്മമിത്രമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളമാണ്, സാഹിത്യമാണ്. മാതൃഭാഷയ്ക്കും ആദരവുണ്ട്. മാതൃഭാഷയെ ആദരിക്കാൻ കവിയോളം വലിയൊരാൾ വേറെയില്ല. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കവി, നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കവി, ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി.
അദ്ദേഹമാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി ഞങ്ങളോടൊപ്പം ഈ വേദിയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്നത്, ഏറ്റവും കൂടുതൽ പണിയെടുത്ത് തളരേണ്ടി വരുന്നത്, ചെറിയ ചെറിയ പരാതികൾക്ക് പോലും വലിയ വലിയ പഴി കേൾക്കേണ്ടി വരുന്നത്, ആ ത്യാഗം സ്വയം ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ ഞങ്ങൾക്കെല്ലാം വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാജൻ മാഷ് ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും. മാഷെ ഏറെ ഇഷ്ടത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ കാലത്തെങ്ങോ ഞങ്ങളിൽ നിന്ന് ഔപചാരികമായ ഒരു വിടവാങ്ങൽ ചടങ്ങിൽ നിന്ന് മാറിപ്പോയി ഇപ്പോൾ പാട്ടും കവിതയും സംഗീതവും പ്രഭാഷണവും പരിശീലനങ്ങളും ഒക്കെയായി നടക്കുന്ന ഘനഗംഭീരമായ ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള വല്ലച്ചിറ രാമചന്ദ്രൻ മാഷ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആശംസ അർപ്പിച്ച് സംസാരിക്കും. ആ ശബ്ദം ഒന്ന് കേട്ടാൽ മതി. ഗാന പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയും വിശകലനം ചെയ്തുകൊണ്ട് വിശദമായി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു അധ്യാപകൻ വേറെ ഉണ്ടാവില്ല. രാമേന്ദ്രൻ മാഷെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ പ്രതിനിധി, തോപ്പ് സെൻറ് തോമസ് സ്കൂളിലെ പ്രിൻസിപ്പൽ ബാബു മാഷ് നമ്മോടൊപ്പം ഈ യോഗത്തിലുണ്ട്. വളരെ ലാളിത്യം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന, കുട്ടികളുടെ ഇടയിൽ കുട്ടികളായി തന്നെ പെരുമാറിക്കൊണ്ട് എന്നാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ ഒരു നല്ല അധ്യാപകനാകാമെന്ന് നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബു മാഷ് നമ്മോട് ഈ വേദിയിൽ സംസാരിക്കും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇനി അറ്റത്തിരുന്ന് ഉറങ്ങുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആൻറ്റുവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട കാലമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആൻറ്റുവിനെ കൊണ്ട് എന്ത് നടത്താൻ കഴിയുമെന്നും ആ കഴിവിനുള്ള ചൂണ്ടയിട്ടാലാണ് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഇരയാണ്. ഇവിടെ ഇന്നും മറ്റും ഗ്രാമവാസികൾ ഇട്ടുകൊടുക്കുന്ന ആ ഇരയിൽ ആൻറ്റു പെട്ടു. ഇനി ആൻറ്റുവിന് ഇവിടെ നിന്ന് ഒളിച്ചോട്ടമില്ല. ഈ നാടിന് വേണ്ടി ജീവിച്ചേ പറ്റൂ. നാടിനു വേണ്ടി ആര് ജീവിച്ചോ അവരെ നാടോർക്കും. വീടിനു വേണ്ടി ആര് ജീവിച്ചോ അവരെ സ്വന്തം മക്കൾ പോലും ഓർക്കില്ല. ഓർത്തു നോക്കൂ, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അതിൻ്റെ അപ്പുറത്തുള്ള നാലാമത്തെ അച്ഛൻ്റെ പേര് പറയാൻ കഴിവുള്ളവർ എത്ര പേരുണ്ടെന്ന് നോക്ക്. നമ്മുടെയൊക്കെ വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചില ഫോട്ടോകൾ നോക്കി പേരക്കിടാങ്ങൾ ഏതാണ് ഈ സാധനം എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ മതിയോ നമുക്ക്? ജീവിച്ചെങ്കിൽ ഇവിടെ ജീവിച്ച് കാണിക്കണ്ടേ? വരാൻ പോകുന്ന തലമുറയുടെ മനസ്സിലാണ് ഒരാൾ ജീവിക്കുന്നത്. ഇന്നത്തെ തട്ടുകടയിലോ ചായക്കടയിലോ വിദ്യാലയത്തിലോ ഒന്നുമല്ല ഒരാളുടെ ജീവിതം. ഒരാൾ ജീവിക്കുന്നത് വരാൻ പോകുന്ന കാലത്ത് ജനഹൃദയങ്ങളിലാണ്. അങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി മറ്റും ഗ്രാമവാസികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻറ്റുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ നാടിൻ്റെ ഏറ്റവും മഹത്വം, അതിൻ്റെ മുഴുവൻ സൗന്ദര്യവും മനസ്സിൽ പേറുന്ന ആൻറ്റുവിൻ്റെ സഹപ്രവർത്തകർ, ശിഷ്യഗണങ്ങൾ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഏറ്റവും മനോഹരമായ വാക്ക് ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാക്കുണ്ടോ എന്നും അറിയില്ല. എനിക്കറിയാവുന്ന എല്ലാ നല്ല സോറി കേട്ടോ, ഒരാളെ ഞാൻ വിട്ടുപോയി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് രാമൻ മാഷ്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടില്ല. രാമമാഷ ഞങ്ങൾ പല വേദിയിലും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം രാമമാഷ പോലുള്ളൊരു പ്രതിഭ
ഈ നാടിന് ഏറ്റവും പരിചിതമാകേണ്ട ഒന്നാണ്. കവിതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് മാത്രമല്ല, ആ കവിത എങ്ങനെ സഹൃദയരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയും. കവിത എഴുതാൻ പലർക്കും പറ്റും, പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് അത് കവിതയാവുന്നത്. എൻ്റെ കയ്യിൽ സ്വർണമുണ്ട്, എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വെളിച്ചം കൊണ്ട് നാലാൾക്ക് ഉപകാരം ഉണ്ടാവുമ്പോൾ മാത്രമേ അത് വെളിച്ചമാവുന്നുള്ളൂ. അങ്ങനെ ഒരു കാവ്യപ്രകാശത്തിൻ്റെ ഉള്ളിൽ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഞങ്ങളുടെ അധ്യാപക കൂട്ടത്തിൽ തന്നെ പെട്ട ഏറ്റവും പുതിയ കാലത്തെ കവിതകൾ എഴുതിക്കൊണ്ട് ഒരുപാട് ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ച കവി പി രാമൻ ചൊൽക്കാഴ്ച അവതരിപ്പിക്കുന്നുണ്ട്. കാണാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹത്തെ ഏറെ ഇഷ്ടത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ബാക്കി വരാനിരിക്കുന്നവർക്കും വന്നവർക്കും ഇവിടെ ഇപ്പോൾ ഉള്ളവർക്കും എല്ലാവർക്കും ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നേർന്നുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജയകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.